മലപ്പുറത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിപ്പുറത്ത് വെണ്ണായൂർ AM-LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. 4 കുട്ടികളെ പരിശോധിച്ചതിൽ ഷിഗല്ല രോഗബാധയുണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഭക്ഷ്യവിഷബാധയേറ്റ് 12 കുട്ടികൾ ചികിത്സ തേടിയിരുന്നു നേരത്തെ. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാലിഹാണ് നമ്മളോടൊപ്പം ചേരുന്നത് മലപ്പുറത്ത് നിന്ന്. സ്വാലി, മലപ്പുറത്ത് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ ഭക്ഷ്യവിഷബാധ ഏറ്റ കുട്ടികളെ പരിശോധിച്ചപ്പോഴാണോ ഷിഗല്ല വ്യക്തമായിരിക്കുന്നത്? മനു, തീർച്ചയായും സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ്, കോഴിപ്പുറം വെണ്ണായൂർ AM-LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് കഴിഞ്ഞ ദിവസം വിഷബാധയുണ്ടായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഈ 12ഓളം കുട്ടികൾക്ക് വയറിളക്കവും അതുപോലെയുള്ള ദഹനം നടക്കാത്ത കാര്യങ്ങളെല്ലാം കൂടിയാണ് കണ്ടിരുന്നത്. ഛർദിയെല്ലാമാണ് കണ്ടിരുന്നത്. ഇത് സ്കൂൾ ഭക്ഷണത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് ആ സമയത്ത് ആരോപിക്കുകയും ചെയ്തിരുന്നു രക്ഷിതാക്കളെല്ലാം. ഇതേ തുടർന്നാണ് പരിശോധന നടത്തിയത്. 4 കുട്ടികളെ പരിശോധിച്ചതിൽ ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റു കുട്ടികളും സമാന രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ കൂടുതൽ പരിശോധനകൾ നടന്നിട്ടില്ല. അത് ഉടനെ നടത്തുമെന്ന് DMO അറിയിച്ചിട്ടുണ്ട്. ദഹന വ്യവസ്ഥയെ തകരാറിലാക്കുന്ന ബാക്ടീരിയ മൂലമാണ് ഇത്തരത്തിൽ രോഗം പടരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഡിഫ്തീരിയ പോലെ വലിയ അപകട സാഹചര്യം ഇല്ല എന്ന് DMO പറഞ്ഞു. ആർക്കും ഗുരുതരമായ അസുഖങ്ങളൊന്നുമില്ല. നിലവിൽ ആരും തന്നെ ആശുപത്രിയിൽ ചികിത്സയിലുമില്ല. ഭക്ഷ്യവസ്തുക്കളുടെ കൂടി ഇവർ കഴിച്ച ഭക്ഷ്യവസ്തുക്കൾ കൂടി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലം ഇതുവരെ ലഭ്യമായിട്ടില്ല. മനു, സ്വാലി, ഒരു കാര്യം കൂടി, മലപ്പുറത്ത് എനിക്ക് തോന്നുന്നു, മലപ്പുറത്തല്ല, മഴക്കാലമായതോടെ പൊതുവെ രോഗബാധ പല വിധത്തിലുള്ള അസുഖങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോഴത്തെ മഞ്ഞപ്പിത്തം പടരുന്നു വള്ളിക്കുന്നിൽ എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അവിടെ അത്താണിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് 284 രോഗികൾ, വള്ളിക്കുന്ന് മണ്ഡലത്തിൽ ആകെ 459 രോഗികൾ. വലിയൊരു ഗൗരവതരമായ പ്രശ്നമാണല്ലോ സ്വാലി വള്ളിക്കുന്നിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അത്താണിക്കൽ എന്ന് പറയുന്ന പ്രദേശം ഒരു ഹോട്ട്സ്പോട്ടായി മാറിയിരിക്കുകയാണോ? മനു, തീർച്ചയായും നേരത്തെ ഇത് മലയോര മേഖലയിലാണ് വലിയ തോതിൽ അസുഖം പടർന്നിരുന്നത്. ഈ ജനുവരിക്ക് ശേഷം മാത്രം 3000ഓളം പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. 16ഓളം പേർ മരിക്കുന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ അത് നേരത്തെ കണ്ടിരുന്നത് പോത്തുകല്ല്, നിലമ്പൂർ ഭാഗങ്ങളിലായിരുന്നു. പക്ഷേ ഇപ്പോൾ വള്ളിക്കുന്ന് മണ്ഡലത്തിലാണ്, ഭാഗത്ത് വള്ളിക്കുന്ന് പഞ്ചായത്തിലാണ് കൂടുതൽ രോഗബാധിതരുള്ളത്. 284 പേരെ അത്താണിക്കലിൽ ചികിത്സയിൽ ഉണ്ട്. 459 പേർ ഈ 7 പഞ്ചായത്തുകളിലായി ഉണ്ട്. ഒരു 15 വയസ്സുകാരി വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസം മഞ്ഞപ്പിത്തം ബാധിച്ച് മരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ബോധവൽക്കരണ പരിപാടികളും മറ്റും DMOയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. വലിയ ജാഗ്രതാ നിർദ്ദേശം ഈ മേഖലയിൽ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കുടിക്കുന്ന വെള്ളം അതുപോലെയുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളുടെ കാര്യത്തിലെല്ലാം വലിയ ജാഗ്രത വേണമെന്ന നിർദ്ദേശം ഈ മേഖലയിൽ നടത്തുന്നുണ്ട്. സ്കൂളുകളിലും ഹോട്ടലുകളിലുമെല്ലാം പരിശോധന കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. മനു, ഒരു കാര്യം കൂടി, ഈ ഇത്രയധികം രോഗികൾ വരുന്നൊരു പശ്ചാത്തലത്തിൽ ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു പ്രത്യേക തരത്തിലുള്ള പ്ലാനിങ്ങിലേക്കൊക്കെ പോകണ്ടേ ഇതിനെ പ്രതിരോധിക്കാൻ? ആ രീതിയിൽ ആരോഗ്യ വകുപ്പും സംവിധാനങ്ങളും എന്താണ് ചെയ്യുന്നത്? മനു, തീർച്ചയായും പ്രത്യേകിച്ച് ഈ മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിച്ച ആളുകൾക്കെല്ലാം കൃത്യമായ ചികിത്സ നൽകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള രോഗം മൂർച്ഛിച്ച സാഹചര്യമുള്ളവരെ എല്ലാം മെഡിക്കൽ കോളേജിലേക്കും മറ്റും മാറ്റി തന്നെയാണ് ചികിത്സ നൽകുന്നത്. ഈ രോഗം പടരുന്നത്, മഞ്ഞപ്പിത്തം പടരുന്നത് ഈ വെള്ളത്തിലൂടെയും മറ്റുമാണ്. അതുകൊണ്ട് തന്നെ പരിസരത്തിലുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളുടെയൊക്കെ ശുചീകരണം നടക്കുന്നുണ്ട്. കുളങ്ങൾ പോലുള്ളവയിൽ കുളിക്കുന്നതിനും മറ്റും അത് ഉപയോഗിക്കുന്നതിനെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ മുൻകരുതൽ ഈ ഭാഗത്ത് നടത്തി വരുന്നുണ്ട്. ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിന് ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലുമെല്ലാം നിലവിൽ തന്നെ സംവിധാനമുണ്ട്. മനു, ശരി, ഓക്കെ. ഏതായാലും അത് ഗൗരവതരമായൊരു പ്രശ്നമാണ്. വള്ളിക്കുന്നിൽ 459 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത്താണിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം 284 പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. ഗൗരവതരമായി തന്നെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. വളരെ എന്താ പറയുക, ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ അതിനെ കണ്ടുകൊണ്ട് തന്നെയാണ് ഭരണകൂടങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് മലപ്പുറത്ത്. ആ രീതിയിലുള്ള ആശങ്കകളൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ഈ മഴക്കാലത്ത് ഇത്തരത്തിലുള്ള രോഗങ്ങൾ
വരുന്നത് പതിവാണ്. അതിനെ തടയാൻ നമ്മൾ കൂടി ശ്രദ്ധിക്കണം. തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഈ മാലിന്യങ്ങളൊക്കെ കുന്നുകൂട്ടിയിടരുത്, അല്ലെങ്കിൽ അത്തരത്തിൽ വൃത്തിഹീനമായ അന്തരീക്ഷം ഒഴിവാക്കുക എന്നതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. പലപ്പോഴും അത് സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ് കൂടിയാണ്. ഞാൻ ഇങ്ങനെ ഈ വാർത്ത കേട്ടപ്പോൾ അത് പറഞ്ഞ് പോയെന്നേ ഉള്ളൂ.